സഹകരിച്ചുകൊണ്ടുള്ളൊരു മുന്നേറ്റം മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സ്വപ്നമാണ്. പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് മലപ്പുറം ജില്ലയെ മുന്നോട്ട് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണമെന്നുള്ളത് NRSMന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്ത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ്. ആരോഗ്യ സംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിച്ച് കൂട്ടായ്മയിലൂടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നേറാം. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനമാണ് പ്രതിരോധ കുത്തിവെപ്പുകൾ. പ്രതിരോധ മരുന്നുകൾ നൽകേണ്ട സമയക്രമങ്ങൾ ഓരോ വ്യക്തിയും അത്യാവശ്യം മനസ്സിലാക്കേണ്ടതാണ്. കുഞ്ഞ് ജനിച്ച് ആശുപത്രി വിടുന്നതിന് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള കുത്തിവയ്പ്, പോളിയോ തുള്ളിമരുന്ന്, BCG എന്നിവ നൽകേണ്ടതാണ്. കുഞ്ഞിന് 6-ാമത്തെ ആഴ്ചയിലും 10-ാമത്തെ ആഴ്ചയിലും 14-ാമത്തെ ആഴ്ചയിലും പോളിയോ, DPT, ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ മരുന്നുകൾ നൽകണം. ഡിഫ്തീരിയ, 90-ാം കൊല, ടെറ്റനസ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് ഈ കുത്തിവയ്പ്പുകൾ നടത്തുന്നത്. മീസിൽസ് അഥവാ 5-ാം പനി തടയുന്നതിനാവശ്യമായ പ്രതിരോധ മരുന്നും വിറ്റാമിൻ എയുടെ 1-ാം ഡോസുമാണ് 9-ാം മാസത്തിൽ കുഞ്ഞിന് നൽകേണ്ടത്. കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് യഥാസമയത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുക എന്നത്. നോക്കൂ, എന്റെ മോൾക്ക് 4.5 വയസ്സായി. ഇന്നലെ ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, DPT ഇഞ്ചക്ഷനും പോളിയോ ഡ്രോപ്സും കൊടുക്കാൻ. കുറച്ചൊന്ന് കരഞ്ഞു. രാത്രി ചെറിയൊരു പനിയുണ്ടായിരുന്നു. പക്ഷേ നാളെ വലിയ വലിയ അസുഖങ്ങൾ വരാതിരിക്കാൻ ഈ ഒരു ചെറിയൊരു പനിയൊന്നും സാരില്ല. കാരണം ഇവരാണ് നമ്മുടെ സമ്പത്ത്. 4.5 വയസ്സിനും 5 വയസ്സിനുമിടയിൽ DPT, പോളിയോ മരുന്നുകൾ കുഞ്ഞിന് നൽകണം. 10 വയസ്സാകുമ്പോൾ ടെറ്റനസ് എന്ന മാരക രോഗത്തിനെതിരെയുള്ള TT കുത്തിവെപ്പും കുഞ്ഞിന് നൽകേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രായത്തിൽ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുന്നതിനും അതുവഴി ടെറ്റനസ് രോഗാണുക്കൾ ശരീരത്തിൽ കയറുന്നതിനുമുള്ള സാധ്യത വളരെയേറെയാണ്. മരണം വരെ സംഭവിക്കാവുന്ന ഈ ടെറ്റനസിനെ തടയുന്നതിന് വേണ്ടി 16-ാം വയസ്സിൽ നാം TT വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭാവസ്ഥയിൽ തീർച്ചയായും എടുത്തിരിക്കേണ്ട കുത്തിവയ്പ്പാണ് TT അഥവാ ടെറ്റനസ് ടോക്സോയിഡ്. ഇത് എടുക്കുക വഴി അമ്മയ്ക്കും കുഞ്ഞിനും ടെറ്റനസ് എന്ന മാരകമായ രോഗത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു. ആയതിനാൽ എല്ലാ ഗർഭിണികളും TTയുടെ 2 ഡോസ് നിർബന്ധമായി എടുത്തിരിക്കണം.
ചികിത്സിക്കുന്നതിനേക്കാൾ ഫലപ്രദം രോഗം വരാതിരിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ആഗോള വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പഴയതും പുതിയതുമായ പൊതുജനാരോഗ്യ ഭീഷണിക്കെതിരെ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നേർത്ത ഒരു അലസത പല രോഗങ്ങളും തിരിച്ചു വരുവാൻ കാരണമാകുന്നു. ഇനിയുള്ള സമയങ്ങൾ ഉറങ്ങാനുള്ളതല്ല, ഉണർന്ന് പ്രവർത്തിക്കാനുള്ളതാണ്. മാനവരാശിയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശേഷിയുള്ള മാരക രോഗങ്ങളെ തടയുവാൻ, അവയെ ഭൂമുഖത്തു നിന്നും ഉന്മൂലനം ചെയ്യുവാൻ നാം ഒറ്റക്കെട്ടായി കഠിനമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ചില രോഗങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ മാത്രമേ തടയാൻ കഴിയൂ. ഒട്ടും മടിക്കാതെ നിങ്ങളുടെ കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുക. അത് നിങ്ങളുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മമായിരിക്കും. 7 മാരക രോഗങ്ങളും ഒരു കുട്ടിക്കും വരാതിരിക്കുവാൻ യഥാസമയം വാക്സിൻ നൽകുക എന്ന സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുമെന്നും എന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇതിന് പ്രേരിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാം തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അമ്മ തന്നാരോഗ്യം, പൈതലിന്നാരോഗ്യം, അമ്മ തന്നാരോഗ്യം, പൈതലിന്നാരോഗ്യം, ബാലവൃദ്ധ ജനങ്ങൾ തന്നാരോഗ്യം. ആരോഗ്യ കേരളം, ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം, ഐശ്വര്യ കേരളം, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം. യഥാസമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്നുകളും കുത്തിവയ്പും നൽകുന്നതിലൂടെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് 7 മാരക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനാകും. പ്രതിരോധശേഷി നിങ്ങളുടെ കുട്ടികളെ ദീർഘായുസ്സോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു. തീർച്ചയായിട്ടും പ്രതിരോധ മരുന്നുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് യഥാസമയത്ത് തന്നെ നൽകുക. പുതിയൊരു കർമ്മമീ കർമ്മത്തിൽ കൈകോർത്തു പങ്കുകാരാവുക നമ്മൾ. അനുദിനം ജനതൻ ആരോഗ്യ ചിന്തയിൽ കതിരൊളി തൂവുക നമ്മൾ. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം. അമ്മ തന്നാരോഗ്യം, പൈതലിന്നാരോഗ്യം, ആരോഗ്യം. പൊതുജന ആരോഗ്യ സൗഖ്യം നേടിനാം, നാടിതിന് സങ്കല്പം യാഥാർത്ഥ്യമാക്കിനാം. ആരോഗ്യമൂലുന്ന ജനതയാളൊരു സുഖദമാം ലോകം തീർക്കുക